എന്തിയ സംഭവം അറിയില്ല. പോലീസുകാർ വരുമ്പോഴത്തേക്ക് ഇവർ ഒന്നരപ്പാടെ കരിയുന്നു. പോലീസുകാർ വരുമ്പോ കരിഞ്ഞിട്ടേറ്റ് എന്തെല്ലോ കാണിച്ചു കൂട്ടുന്നു പിള്ളറും ഇവരും അമ്മച്ചിയും. അത് കഴിഞ്ഞിട്ടേറ്റ് ഇവര് വേറെ എന്റെ തരത്തിൽ പെരുമാറുന്നത്. രണ്ട് സ്വഭാവം. ഞാൻ പോലീസുകാരോട് പറഞ്ഞു, ഞാൻ ഇത് എന്ത് നോക്കിയിട്ട് തീരുമാനിക്കും, ഞാനായിട്ടൊന്നും പറയുന്നില്ല, എങ്ങനെ നോക്കി ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഫുഡ് ഞാനിപ്പോ അവിടുന്ന് മേൽപ്പറമ്പ് ഗോൾഡെന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇവർക്ക് വെള്ളം എന്തെങ്കിലും കൊടുക്കണ്ടേ, പിള്ളേർ നേരത്തെ വന്നില്ലേ, അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പൊ. ഇപ്പൊ ആ കുട്ടി ചെയ്താണ്ടില്ലേ, ഭക്ഷണ പദാർത്ഥം വന്നു ഒരേ തക്കാളീനെ എടുത്ത് കളഞ്ഞു. ഇതൊക്കെയാ, അതായത് ഭക്ഷണമാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഭക്ഷണമാക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടേറ്റ് അവർക്ക് എന്തെങ്കിലും ചപ്പാത്തി എന്തെങ്കിലും കറിയാക്കുമെന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിനെല്ലാരും കൂടിയിട്ടേറ്റ് അടുക്കളയിൽ കയറിയിട്ടേറ്റ് ഇവ ആ കുഞ്ഞു വരെ എടുത്ത് കളഞ്ഞത് കണ്ടില്ലേ. ഇതാണ് അവസ്ഥ, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കറിയില്ലല്ലോ. ഇവരിപ്പോ പെങ്ങളും കൂടി വന്നിട്ടുണ്ട്, സുമ എന്ന് പറഞ്ഞിട്ട് അവരും വന്നിട്ടുണ്ട്. എല്ലാരും കൂടിയിട്ടേറ്റുള്ള ഇതാ, അനങ്ങുന്നില്ല എല്ലാം. അപ്പുറം ഉണ്ട്, അവിടെ മാറ്റാനൊരു പറ്റിയ അവസ്ഥയല്ലല്ലോ. സംഭവം എന്നാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. കാസർഗോഡുള്ള ശ്രീജ സുനിൽ ദമ്പതികളൊക്കെ, ഇത് സുനിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ശരിക്കും ഒരു അവിഹിതവും കാര്യങ്ങളൊക്കെ ആയിട്ട് പുള്ളിക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. സോ അതിന്റെ പേരിൽ പുള്ളി ഇഷ്ടപ്പെട്ട പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു. അപ്പോൾ ശ്രീജ എന്ന് പറയുന്ന വ്യക്തി ശരിക്കും അനാഥമായി പോയ പോലെ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. രണ്ട് മക്കളും ഈ സുനിലിനും ശ്രീജയ്ക്കും ഉണ്ട്. അപ്പോൾ ഈ ശ്രീജ സ്റ്റേഷനിലൊക്കെ പോയി പരാതി കൊടുത്തു എന്നുണ്ടെങ്കിലും ശരിക്കും കോടതിയിൽ പരാതി കൊടുത്തു. അത് കോടതിയിലെത്തി. കോടതി ശരിക്കും നമ്മുടെ ശ്രീജയ്ക്ക് അനുകൂലമായ വിധിയാണ് ഉണ്ടായത്. കാരണം ശ്രീജയ്ക്ക് ആ വീട്ടിൽ താമസിക്കാം എന്നുള്ളൊരു രീതിയിലുള്ള ഒരു അനുമതിയാണ് കോടതിയിൽ നിന്നുണ്ടായത്. സോ അതുകൊണ്ട് ശ്രീജ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നു. പക്ഷേ സുനിലിന്റെ വീട്ടുകാർ ശരിക്കും ബന്ധുക്കളെ അടക്കം ഇപ്പോൾ ആ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണ്. ആരുടെ? ഈ സുനിലും ശ്രീജയൊക്കെ താമസിച്ചിരുന്ന വീട്ടിൽ സുനിലിന്റെ ഇപ്പോഴത്തെ ഭാര്യയും അതുപോലെ തന്നെ സുനിലിന്റെ ബന്ധുക്കളും അടക്കമുള്ള ആളുകൾ ഇപ്പോൾ താമസിക്കുന്നത് ആ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ ശ്രീജ ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് ഒഴിവാക്കാനും ശ്രീജ അവിടുന്ന് പുറത്താക്കാനും വേണ്ടിയിട്ടുള്ള നീക്കങ്ങളാണ് ശരിക്കും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ക്ലിപ്പാണ് ശരിക്കും ഞാനിപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ ആദ്യം കാട്ടിത്തന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ശരിക്കും നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, എന്തോരം അവിഹിതങ്ങളും എന്തോരം വിവാഹബന്ധം വേർപിരിയലുകളുമാണ് ദിനം പ്രതി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശരിക്കും ശ്രീജയ്ക്ക് നീതി കിട്ടേണ്ടതുണ്ട്. ഓക്കെ, ഒരു ലീഗലി ഡിവോഴ്സ് പോലും ആവാതെ ശരിക്കും മറ്റൊരു ഇഷ്ടപ്പെട്ട പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ട് അവിടെ താമസിപ്പിച്ചിരിക്കുകയാണ് ഈ സുനിൽ എന്ന് പറയുന്ന വ്യക്തി. അതുപോലെ തന്നെ ബന്ധുക്കളൊക്കെ ശരിക്കും എല്ലാവരും കൂടെ വന്ന് ഇടിച്ചു കയറി ആ വീട്ടിൽ നിൽക്കുകയാണ്. ഇപ്പൊ ശ്രീജയ്ക്ക് ശരിക്കും ആഹാരം അടുക്കള വരെ കയ്യേറിയിട്ടുണ്ടെന്നാണ് ശരിക്കും പറഞ്ഞാൽ അറിയാൻ കഴിഞ്ഞത്. സോ ഇപ്പൊ ശ്രീജയ്ക്ക് ആഹാരം പാചകം ചെയ്യാനാണെങ്കിലും കുട്ടികൾക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അത് പുള്ളിക്കാരി ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പുറത്തുനിന്ന് വെള്ളമോ കാര്യമോ എന്തോ മേടിച്ചിട്ടാണ് പിള്ളേർക്ക് വരെ കൊടുത്തതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രീജയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നീതി കിട്ടണം. അപ്പോൾ അതാണ് നമ്മുടെ ആവശ്യം എന്നുള്ളത്. സോ ഇതിനെ പറ്റിയുള്ള ഒരു അടുത്തൊരു വീഡിയോ നമുക്ക് ഒന്ന് കണ്ടുനോക്കാം. ഇതാണോ നീതി? ഒരു സ്ത്രീയുടെ പോരാട്ടത്തിന്റെ സത്യാവസ്ഥ. ഇതൊരു സാധാരണ കുടുംബ പ്രശ്നത്തിന്റെ കഥയല്ല. നീതി തേടി നിയമത്തെ വിശ്വസിച്ച ഒരു സ്ത്രീക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളുടെ കഥയാണ്. 2026 ജൂലൈ 20 എൻ്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനുമായി ഞാൻ ആദ്യം ബന്ധപ്പെട്ടു. എൻ്റെ വീട്ടിലും കുടുംബത്തിലും ഉണ്ടായിരുന്ന ഗുരുതരമായ പ്രശ്നങ്ങളും ഞാൻ നേരിട്ടുന്ന ബുദ്ധിമുട്ടുകളും പോലീസിനോട് വിശദീകരിച്ചു. എന്നാൽ അന്ന് എന്നോട് പറഞ്ഞത് ഇതൊരു ഫാമിലി ഇഷ്യൂ ആണ്. ഡിവോഴ്സ് കേസ് ഇതിനടക്കം കോടതിയിൽ പെൻഡിംഗ് ആണ്. അതുകൊണ്ട് സ്റ്റേഷനിൽ നിന്ന് പ്രത്യേകമായി ഇടപെടാൻ കഴിയില്ല. അഡ്വക്കേറ്റിനെ കണ്ടിട്ട് കോടതി മുഖേന മുന്നോട്ട് പോകണം. അവരുടെ വാക്കുകൾ വിശ്വസിച്ച് ഞാൻ അവിടെ നിന്ന് മടങ്ങി. പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ എൻ്റെ സാഹചര്യം വിശദീകരിച്ച് ഞാൻ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ്, ഡയറക്ട് പോലീസ് ചീഫ്, ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്, വുമൺസ് സെൽ എന്നിവിടങ്ങളിലേക്ക് ഇമെയിൽ വഴി പരാതി നൽകി. തുടർന്ന് വുമൺസ് സെല്ലിൽ നിന്ന് എന്നെ വിളിപ്പിച്ചു. അവിടെ എന്നെയും എൻ്റെ ഭർത്താവ് സുനിലിനെയും ഒരുമിച്ച് വിളിച്ച് ഞങ്ങളുടെ ഭാഗങ്ങൾ കേട്ടു. ആ സമയത്ത് ഭാര്യയ്ക്കും കുട്ടികൾക്കും വീട്ടിൽ സുരക്ഷിതമായി താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന് അദ്ദേഹത്തോട് അധികൃതർ ആവശ്യപ്പെട്ടു. പക്ഷേ ആ സൗകര്യം ഒരുക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. കാര്യങ്ങൾ മനസ്സിലാക്കിയ അധികൃതർക്ക് പോലും സാഹചര്യം എത്രത്തോളം ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ ഇല്ലാതെ ഞാൻ വീട്ടിലേക്ക് തിരികെ പോകരുതെന്നും അഡ്വക്കേറ്റിനെ കണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ നേടുന്നതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും എന്നോട് നിർദ്ദേശിച്ചത്. ഞാൻ അവരുടെ വാക്കുകൾ വിശ്വസിച്ചു, നിയമത്തെ വിശ്വസിച്ചു, അധികൃതരെ വിശ്വസിച്ചു. എൻ്റെ ഇമെയിൽ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഹയർ ഓഫീഷ്യൽസിനോടും കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്നും അഡ്വക്കേറ്റിനെ കണ്ട് പ്രൊട്ടക്ഷൻ ഓർഡർ നേടുന്നതിനുള്ള നിയമസഹായം തേടണമെന്ന് അറിയിക്കാമെന്നും അതിൽ ഇമെയിലായി അറിയിക്കാമെന്നും പറഞ്ഞതിനു ശേഷമാണ് ഞാൻ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിൽ നിന്നും മടങ്ങിയത്. അവിടെ നിന്നുള്ള നിർദ്ദേശവും ഇതേ രീതിയിലായിരുന്നു. അഡ്വക്കേറ്റ്
അഡ്വക്കേറ്റിനെ കണ്ട് കോടതിയെ സമീപിക്കുക, പ്രൊട്ടക്ഷൻ ഓർഡർ ഉൾപ്പെടെയുള്ള നിയമപരമായ പരിഹാരം തേടുക. ഈ നിർദ്ദേശങ്ങൾ വിശ്വസിച്ചാണ് ഞാൻ അഡ്വക്കേറ്റിനെ സമീപിച്ചത്, കോടതിയെ സമീപിച്ചു. ഏകദേശം 1 മാസത്തെ നിയമ നടപടികൾക്ക് ശേഷം എനിക്ക് പ്രൊട്ടക്ഷൻ ഓർഡർ ലഭിച്ചു. ആ പ്രൊട്ടക്ഷൻ ഓർഡർ ഞാൻ പ്രിന്റ് എടുത്ത് സുനിലിനെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയും നേരിട്ട് കാണിച്ചു. അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെയും ആ കോടതി ഉത്തരവ് കാണിച്ചു. അതായത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കോടതി നൽകിയ സംരക്ഷണ ഉത്തരവിനെ കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു. കോടതി ഉത്തരവിന്റെ പകർപ്പ് കണ്ടിട്ട് പോലും ഈ ആക്രമണം ശരിയാണോ? എന്നാൽ അവിടെ ഞാൻ നേരിട്ടത് അതിനേക്കാൾ ഭീകരമായ സാഹചര്യമായിരുന്നു. എനിക്കും എൻ്റെ കുട്ടികൾക്കും അവിടെ സുരക്ഷിതമായി താമസിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. എന്നെ ആക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതായി ഞാൻ ആരോപിക്കുന്നു. സ്ഥിതി നിയന്ത്രണാതീതമായപ്പോൾ ഞാൻ വീണ്ടും സഹായത്തിനായി ബന്ധപ്പെട്ടു. വുമൺസ് സെല്ലിലേക്ക് വിളിച്ചു, 112ലേക്ക് വിളിച്ചു, ബേക്കൽ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. പോലീസും മെഡിക്കൽ സഹായവും എത്താൻ വൈകുന്ന സാഹചര്യത്തിൽ എന്നെ സംരക്ഷിക്കാൻ എൻ്റെ ബന്ധുവായ സഹോദരനെ വിളിച്ചു. എൻ്റെ അഡ്വൈസറായ പ്രിയയും എന്നെ സംരക്ഷിക്കാനായി അവിടേക്കെത്തി. പക്ഷേ എന്നെ സംരക്ഷിക്കാനായി എത്തിയ എൻ്റെ സഹോദരനും പ്രിയയ്ക്കും നേരെയും ആക്രമണം ഉണ്ടായി. സത്യാവസ്ഥ സംഭവ സ്ഥലത്ത് നിന്ന് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയിട്ടും അവരുടെ വീഴ്ചയായിട്ടും എങ്ങനെ ഇവർ പിന്നീട് കുറ്റക്കാരായി മാറി? ഒരു സ്ത്രീയെ ആക്രമിച്ച സംഭവമായി പോലും ഇതിനെ പരിഗണിക്കാതെ, അതിന്റെ ഗൗരവം പരിശോധിക്കാതെ അവർക്കെതിരെ തന്നെ പരാതി സ്വീകരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തതാണ് ഇന്ന് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്നത്. എന്റെ ചോദ്യം, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എന്നെ സംരക്ഷിക്കാൻ എത്തിയവർക്കെതിരെ തന്നെ കേസ് എങ്ങനെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു? അവർ നേരിട്ട ആക്രമണം ഒരു പ്രശ്നമായി പോലും പരിഗണിക്കപ്പെടാത്തത് എന്തുകൊണ്ട്? ഒരു സ്ത്രീയെ ആക്രമിക്കുന്നത് ഒരു പ്രശ്നമല്ല. ഒരു സ്ത്രീയെ അവളുടെ ഭർത്താവ് ആക്രമിച്ചാൽ അതൊരു ഫാമിലി ഇഷ്യൂ മാത്രമാണോ? ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ ആക്രമിച്ചാലും അതിന് നിയമപരമായ ഗൗരവമില്ലേ? ഒരു കുട്ടിയെ പോലും ഈ സംഭവത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നമായി പരിഗണിക്കേണ്ടതില്ലേ? പ്രായമെത്താത്ത ഒരു കുട്ടിയോട് ഒരു പെണ്ണിനെ തല്ലാൻ പറയുന്ന സുനിലും കുടുംബവും നീതി അർഹിക്കുന്നു? ഇവയെല്ലാം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്റെ കൈവശം സംഭവത്തിന്റെ ഫോട്ടോകളും വീഡിയോകളും ഉൾപ്പെടെയുള്ള തെളിവുകളുണ്ട്. ഇതൊരു ചെറിയ വാക്കുതർക്കമോ കുടുംബ വഴക്കോ ആയിരുന്നില്ല. എന്നിട്ട് എന്നെ സംരക്ഷിക്കാൻ എത്തിയവർക്കെതിരെ കേസ്. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഒരു സ്ത്രീക്ക് നീതി ലഭിക്കാൻ നിയമത്തെ വിശ്വസിക്കാമോ? ഞാൻ കോടതി ഉത്തരവ് കയ്യിലെടുത്തു വന്നു. അത് സുനിലിനെയും കുടുംബാംഗങ്ങളെയും കാണിച്ചു, അവിടെ എത്തിയ പോലീസിനെയും കാണിച്ചു. എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും എനിക്കും എന്നെ സംരക്ഷിക്കാൻ എത്തിയവർക്ക് നേരിടേണ്ടി വന്നത് ഇതാണെങ്കിൽ ഞാൻ ഇനി ആരെ വിശ്വസിക്കണം? ഞാൻ നിയമത്തെ വിശ്വസിച്ചു, പോലീസിനെ വിശ്വസിച്ചു, വനിതാ സെല്ലിനെ വിശ്വസിച്ചു, കോടതിയെ വിശ്വസിച്ചു. അവരുടെ നിർദ്ദേശപ്രകാരം അഡ്വക്കേറ്റിനെ സമീപിച്ചു. അവരുടെ നിർദ്ദേശപ്രകാരം പ്രൊട്ടക്ഷൻ ഓർഡർ നേടി. പക്ഷെ പ്രൊട്ടക്ഷൻ ഓർഡർ ഉണ്ടായിട്ടും സംരക്ഷണം ലഭിച്ചില്ലെങ്കിൽ ഒരു സ്ത്രീ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇതിലും വേദനാജനകമായ കാര്യം, ഇതുവരെ പരാതി സ്വീകരിക്കാൻ കഴിയില്ലെന്നും കോടതിയെ സമീപിക്കണമെന്നും പറഞ്ഞ അതേ സാഹചര്യത്തിൽ ഇപ്പോൾ എനിക്കെതിരായും എന്നെ സംരക്ഷിക്കാൻ എത്തിയ എന്റെ സഹോദരനും അഡ്വൈസർ പ്രിയയ്ക്കുമെതിരെയും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്റെ ചോദ്യം, ഇതാണോ നീതി? ഇതാണോ നിയമം? ഇതാണോ സ്ത്രീകൾക്ക് ലഭിക്കുന്ന സംരക്ഷണം? നീതി തേടി മുന്നോട്ട് വന്ന ഞാൻ തന്നെ കുറ്റക്കാരിയാകുമ്പോൾ ഒരു സാധാരണ സ്ത്രീ ഇനി ആരെ വിശ്വസിക്കണം? എനിക്ക് പ്രതികാരം വേണ്ട, എനിക്ക് നീതി വേണം, എനിക്ക് സുരക്ഷ വേണം, എനിക്ക് കുട്ടികൾക്ക് സുരക്ഷ വേണം, എന്നെ സഹായിക്കാൻ എത്തിയവർക്കും നീതി വേണം. ഞാൻ ഒരു സ്ത്രീ മാത്രമല്ല, ഞാനൊരു അമ്മയാണ്. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കണം, അവർക്ക് വേണ്ടി ഞാൻ നിൽക്കണം, അവർക്ക് വേണ്ടി ഈ പോരാട്ടം തുടരേണ്ടതുണ്ട്. എത്ര വലിയ സമ്മർദ്ദം ഉണ്ടായാലും ജീവിതം അവസാനിപ്പിക്കുന്നത് ഒരു പരിഹാരമല്ല. എൻ്റെ മക്കളെ വിട്ട് ഞാൻ പോകില്ല. പക്ഷെ ഇന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു സ്ത്രീ നീതി തേടി നിയമത്തിന്റെ വാതിൽക്കൽ എത്തുമ്പോൾ അവൾക്ക് സംരക്ഷണം നൽകേണ്ടത് ആരാണ്? കോടതി ഉത്തരവുണ്ടായിട്ടും സംരക്ഷണം ലഭിക്കാത്ത ഒരു സ്ത്രീയുടെ ഉത്തരവാദിത്തം ആരുടേതാണ്? അവളെ സംരക്ഷിക്കാൻ എത്തിയവർക്കെതിരെ തന്നെ കേസ് വന്നാൽ അവൾ ഇനി ആരെ വിശ്വസിക്കണം? എന്റെ ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് തുടരും. കാരണം ഇത് എന്റെ മാത്രം പോരാട്ടമല്ല, നീതിക്കായി ശബ്ദമുയർത്തുന്ന ഓരോ സ്ത്രീയുടെയും പോരാട്ടമാണ്. ചോദ്യങ്ങൾ ഒരുപാട്, ഉത്തരങ്ങൾ ഇനിയും കാത്തിരിക്കുന്നു. ഇതാണോ നീതി? ഇന്നലെ SP ഓഫീസിൽ പോയ സമയത്ത് നീതി കിട്ടിയെന്ന് വിചാരിച്ചു. കുട്ടികളുടെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ നിമിഷം വരെ ഒന്നും നടന്നിട്ടില്ല. ഒരു നീതിയും കിട്ടിയിട്ടില്ല, ഒരു സംരക്ഷണവും കിട്ടിയിട്ടില്ല. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആരിത് പറയും? ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് 2 കുട്ടികളുടെ അമ്മ ശ്രീജ. ഓക്കെ, ഈ ശ്രീജയുടെ ഇപ്പം നമ്മൾ കേട്ട വാക്കുകൾ ശരിക്കും കേരളത്തിലുള്ള ഓരോ അമ്മമാരുടെയും പ്രതിഷേധമായിട്ട് മാറേണ്ടതുണ്ട്. ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുന്നു, ഒറ്റയ്ക്ക് കേസ് നടത്തുന്നു, കോടതിയിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിധി ശ്രീജയ്ക്ക് കിട്ടുന്നു ആ വീട്ടിൽ താമസിക്കാനായിട്ട്. പക്ഷെ ഇപ്പോൾ ആ വീട്ടിൽ ശരിക്കും ശ്രീജയ്ക്ക് മനസമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഇതിന് ഉത്തരവാദി ആര്? ശരിക്കും സുനിൽ തന്നെ ആവാനാണ് സാധ്യത. പക്ഷേ ഇവിടുത്തെ നിയമവും നിയമപാലകരും കണ്ണടയ്ക്കുന്നത് എന്തുകൊണ്ടാണ്?
ശ്രീജയ്ക്ക് നീതി വേണ്ടേ? ശരിക്കും ശ്രീജയ്ക്ക് നീതി വേണം. ആ 2 കുഞ്ഞുങ്ങൾക്ക് നീതി വേണം. ആ 2 കുഞ്ഞുങ്ങൾക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിന് നീതി വേണം. ഇതൊക്കെ ശരിക്കും ചെയ്യേണ്ടതും ചെയ്തു കൊടുക്കേണ്ടതും സുനിൽ എന്ന് പറയുന്ന അച്ഛനാണ്. ഓക്കെ, പുള്ളിക്കാരൻ ഇപ്പോൾ ശ്രീജയെ വേണ്ടെന്ന് വെച്ചിട്ട് പുതിയൊരു വിവാഹത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നെന്ന് വെച്ചിട്ട് ആ കുട്ടികൾ ശരിക്കും അങ്ങേരുടെ ആവാതിരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ തന്നെ 2 കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് ഇനി ഫ്യൂച്ചറിൽ വേണ്ട ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള എല്ലാവിധ കടമകളും കാര്യങ്ങളും ഒക്കെ സുനിലിനുണ്ട്. പിന്നെ ആ വീട്ടിൽ താമസിക്കാനുള്ള അവകാശവും ശ്രീജയ്ക്കും ആ കുട്ടികൾക്കും ഉണ്ട്. അപ്പോൾ ലീഗലി ഡിവോഴ്സ് അല്ലാത്ത പക്ഷം അവർക്കും അവിടെ ജീവിക്കാം. പക്ഷേ എന്തിനായിരിക്കാം സുനിലിന്റെ ബന്ധുക്കളടക്കം ആ വീട്ടിൽ വന്ന് നിന്നിട്ട് ഇവരെ പുറത്താക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം നല്ലൊരു ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിട്ടും ഇവരെന്തിനാണ് പുതിയതായിട്ട് ഒരു അവിഹിതം പോലെ ഒരു രീതിയിൽ കയറി വന്ന ആ പെൺകൊച്ചിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ ശരിക്കും ശ്രീജയുടെ സുനിലിൻ്റെ ഏരിയയിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എന്താണ് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം. നമുക്ക് കിട്ടിയ കുറച്ച് ന്യൂസുകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പോലെ. ഓക്കെ, അപ്പോൾ ശരിക്കും ഞാൻ പറഞ്ഞത് ഇതാണ്. ശരിക്കും ശ്രീജയുടെ ഈ ശബ്ദം കേരളത്തിലെ ഓരോ വനിതകളുടെയും ശബ്ദമായി മാറണം. കേരളത്തിലെ ഓരോ വനിതകൾക്കും നീതി കിട്ടുന്നത് പോലെ തന്നെ ശ്രീജയ്ക്കും നീതി കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സോ നമുക്ക് അടുത്തൊരു ക്ലിപ്പോട് ജസ്റ്റ് കണ്ടുനോക്കാം. എന്നെ അറിയാത്ത എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് ഇന്നലെ എന്തായിരുന്നു പ്രശ്നം എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഡിവോഴ്സാണ് പ്രശ്നം. പക്ഷെ നിയമത്തിന്റെ വഴിക്ക് പോയിട്ട് പ്രൊട്ടക്ഷൻ ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത്രയും കാലം ഞാൻ ഉണ്ടാക്കിയതെല്ലാം, അതായത് രാത്രി പകലാക്കി കഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓഫീസ് അടക്കം ആളെ പേരിൽ എഴുതി വെക്കേണ്ടി വന്നു. അതൊരു കുടുംബം എന്ന നിലയിലായിരുന്നു കാര്യങ്ങളൊക്കെയും ചെയ്തത്. അതിന് വേറൊരു വിള്ളൽ വരില്ല. എത്ര അനുഭവിച്ചാലും അതിന് കൊടുക്കുന്ന ഒരു വാല്യൂ ആയിരുന്നു അത്. മക്കൾക്ക് അതായത് ഡിവോഴ്സായ അച്ഛനും അമ്മയും എന്നൊന്നും പറയുമ്പം എന്തായിരിക്കും സമൂഹം പറയാം. അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അവസാനം എല്ലാം കയ്യിൽ നിന്ന് പോയി. അവസാനം ജീവിക്കാൻ വരെ പറ്റാത്ത അവസ്ഥയിൽ എന്നെയും മക്കളെയും ജീവിക്കാൻ സമ്മതിക്കൂല, കൊല്ലുന്നു വരെ എത്തി. ആ സമയത്താണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത്. ഈ ശ്രീജ എന്ന് പറയുന്ന വ്യക്തി ഇൻസ്റ്റാഗ്രാമിലടക്കം ഓരോ റീലുകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ പ്രശ്നങ്ങളും ചേർത്തിട്ട് ദിനം പ്രതി ഓരോ റീലുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ജീവൻ പോലും ശരിക്കും പറഞ്ഞാൽ ആപത്തിലാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. പക്ഷേ എന്തിനായിരിക്കാം ഇപ്പോൾ നമ്മുടെ നാട്ടിലെ നിയമമുണ്ട്, നല്ല ഒരുപാട് നല്ല പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ. പക്ഷെ എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ നിയമം ഇവരെ കൈവഴുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി സുനിലിന് ശരിക്കും നല്ല രീതിയിലുള്ള പിടിപാടോ ബന്ധങ്ങളോ കോൺടാക്റ്റുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണോ? ശ്രീജിത്തിൽ പറയുന്നുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു രീതിയിലുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ ശ്രീജ പറയുന്നുണ്ട്. അതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് ശരിക്കും നമുക്ക് വ്യക്തമാക്കേണ്ടതുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്കറിയാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീജ. നിങ്ങളുടെ നാട്ടുകാരിയാണോ? നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ എന്താണ് നിജസ്ഥിതി എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ശ്രീജ പറയുന്നുണ്ട് ഇത് കേരളത്തിലെ ഓരോ സ്ത്രീകളുടെയും ശബ്ദമാണ്. കേരളത്തിലെ ഓരോ സ്ത്രീകൾക്കും ഇതുപോലെ നീതി ആവശ്യമുണ്ടെന്ന്. ശരിക്കും സത്യമുള്ളൊരു കാര്യമാണ് ശരിക്കും. ഓക്കെ, ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് സ്ത്രീകൾ നേരിട്ട് മുന്നോട്ടിറങ്ങേണ്ടതുണ്ട്. സ്ത്രീകൾ ഡയറക്റ്റ് മുന്നോട്ടിറങ്ങണം. ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് സമൂഹത്തിന് മുന്നിൽ ഉറക്കെ വിളിച്ചു പറയണം. എങ്കിൽ മാത്രമേ ബാക്കി ഇതുപോലെ അനുഭവിക്കുന്ന ആളുകൾക്കും ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അല്ലാതെ എല്ലാവരും അടുക്കളയിൽ അടയ്ക്കപ്പെട്ട് അല്ലെങ്കിൽ ഉള്ളിലുള്ള വിഷമങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഉള്ളിൽ തന്നെ ഒതുക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് നീതി കിട്ടത്തില്ല. നീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ശരിക്കും നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. ശരിക്കും ശ്രീജ നല്ലൊരു മാതൃകയാണ് കേട്ടോ. ശ്രീജ അനുഭവിച്ച കാര്യങ്ങളെല്ലാം വിളിച്ചു പറയുന്നു. ശ്രീജ ഓരോരോ കാര്യങ്ങൾ ആ വീട്ടിൽ ഇപ്പോൾ ബന്ധുക്കളെല്ലാവരും കടന്നു കയറിയതിനെ പറ്റിയുള്ള വീഡിയോസ് അടക്കം ശ്രീജ ദിനം പ്രതി ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ട് ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലിപ്പ് കൂടി ജസ്റ്റ് കണ്ടുനോക്കാം. ക്യാമറ ബാക്കിലേക്ക് വയ്ക്കുക. ഹലോ, ഞാൻ ഉച്ചയ്ക്ക് ലൈവിൽ വരും എന്നുള്ളത് പറഞ്ഞതാണ്. പക്ഷെ എന്ത് വെച്ചെന്ന് പറഞ്ഞാല് ലൈവോ വീഡിയോസ് ഒന്നും ചെയ്യാൻ പാടില്ല, ആ രീതിക്ക് പ്രകോപനം ഉണ്ടാക്കാൻ പാടില്ല എന്ന് ബേക്കൽ സ്റ്റേഷനിൽ പറഞ്ഞതുകൊണ്ടാണ് ആ തരത്തിലുള്ള ഒരു കാര്യം വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഇവര് നമ്മ വരുന്ന സമയത്ത് തന്നെ പ്രീ പ്ലാൻ ആയിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഇന്നലെ പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയയിൽ അടക്കം ഇന്ന് രാവിലെ മുതൽ വരുന്നുണ്ട്. സ്റ്റാറ്റസ് അടക്കം ഇവരെ ബ്രദേഴ്സും കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ എല്ലാവരും കണ്ടതാണ്. പക്ഷെ ഇവരൊരു കാര്യം ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു പ്രായമായ അമ്മയും 2 കുട്ടികളെയും ഇവിടെ നിർത്തി നേരത്തെ ബാക്കിൽ സ്റ്റേഷനിൽ നിന്നും സുനിലിനെ വിളിച്ച് പറഞ്ഞ കാര്യമാണ്. അതായത് വരുന്ന സമയത്ത് ഇവർക്ക് വേണ്ട രീതിക്ക് കാര്യങ്ങൾ ആ ഒരു പ്രോമിസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഞാൻ കുട്ടികളെയും കൊണ്ട് വന്നത്.
പക്ഷെ വന്നിട്ടാകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു എന്താ പറയാ അവരെ അസ്ഥിരം പരിപാടി, ഒരു ഡ്രാമ തന്നെയാണ് ഇവിടെ നടക്കുന്നുള്ളത്. എന്തെന്ന് പറഞ്ഞാൽ ഇൻ കേസ് 2 കുട്ടികളും ഒരു അമ്മയും പ്രായമായ അമ്മയും ഉള്ള സമയത്ത് നമ്മ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് തരത്തിലാ പോവുക കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അങ്ങനെ ഒരു എന്തോ പ്രീ പ്ലാൻ ചെയ്തിട്ടാണ് ഇതുവരെ എല്ലാം ചെയ്ത കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു പ്രീ പ്ലാൻ ചെയ്തിട്ടായിട്ടാണ് ഇവർ പോകുന്നുള്ളത്. എന്തോ സംതിങ് പോലീസ് വരാന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളായി വെയിറ്റ് ചെയ്യുന്നുള്ളത്. 112 വിളിച്ചു, 181 വിളിച്ചു, അവർ കണക്ട് ചെയ്യാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് നമ്മൾ ആരെങ്കിലും റിലേറ്റീവ്സ് ആണ് വരുന്നതെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മൊത്തത്തിലൊരു പ്രശ്നമായി കഴിയാനാണോ വെയിറ്റ് ചെയ്യുന്നത്, എന്താ കാര്യങ്ങളൊന്നും അറിയില്ല. ഇതിനിടയിൽ ഈ വണ്ടിയുടെ ഒരു പ്രകോപനം ഇപ്പൊ കഴിഞ്ഞു. എന്തെന്ന് പറഞ്ഞാൽ വണ്ടി സുനില് പാർക്കിങ്ങിൽ സ്പേസ് ഉണ്ടായിട്ട് പോലും പുറത്തേക്ക് വണ്ടി നീക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്, വണ്ടി വെക്കാൻ പറ്റാത്ത രീതിക്ക്. അപ്പൊ നോർമലി നമ്മൾ വെക്കുന്നത് പോലെ ഇതിന്റെ അടുത്തൊക്കെ നിയർ ആയിട്ടുള്ള അവരുടെ റിലേറ്റീവ്സിന്റെ, അതായത് കഴിഞ്ഞ ദിവസം അടി തരാനൊക്കെ വന്നില്ല, അവരുടെ റിലേറ്റീവ്സിന്റെ സ്ഥലം തന്നെയാണ് ചുറ്റുവട്ടത്തൊക്കെ ഉള്ളത്. അവിടെ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വണ്ടി കൊണ്ടുപോയി വെച്ചു. ആ കൊണ്ടുപോയി വെച്ചതിന് അവരെ ലാസ്റ്റ് നമ്മൾ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അടിക്കുകയും ഒരു മോശമായ രീതിയിലും പെരുമാറിയ അവരുടെ അച്ഛന്റെ ജ്യേഷ്ഠം വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഭയങ്കരം ഒരു നമ്മളൊരു പ്രകോപനം നമുക്ക് സൃഷ്ടിക്കുന്ന രീതിക്കുള്ള വണ്ടി എടുക്കാൻ പറ്റിയില്ല, ഇപ്പൊ എടുക്കണം, ഗൾഫിൽ നിന്ന് അവരെ മകൻ സുരേഷ് വിളിച്ചിട്ടുണ്ട്, അത് ഇത്രയും പെട്ടെന്ന് എടുത്തേ പറ്റൂ, അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇപ്പൊ വണ്ടി എടുക്കണം, വണ്ടി എടുത്തില്ലെങ്കിൽ ഞാൻ തീരുമാനാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതാക്കിയിട്ടാ പോയത്. അപ്പൊ ആ സമയത്ത് ഞാൻ നാച്ചുറൽ എന്താ ചെയ്യുക, ഇതുവരെ വീഡിയോ എടുക്കാൻ നിന്നില്ല. ആ സമയത്ത് വീഡിയോ ഓൺ ചെയ്തു, അങ്ങോട്ടേക്ക് ഒരു കാര്യത്തിനോ സംസാരത്തിനോ പോവാതെ വീഡിയോ ഓൺ ചെയ്തു, വീഡിയോ ഇതാക്കി. അതിനിടയിൽ ആ ഒരു കൊച്ചുകുട്ടി ഉണ്ടല്ലോ നമ്മ അന്ന് പറഞ്ഞത്, മിക്കവാറും ആ കുട്ടിക്ക് എന്തായാലും കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും. എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇത്ര ചെറുപ്പത്തിലേ പഠിപ്പിക്കുക എന്ന് പറയുന്ന വലിയൊരു ടെൻഷനുള്ള കാര്യമാണ്. എന്തെന്ന് പറഞ്ഞാൽ ആ കുട്ടി അതിന്റെ ഇടയിൽ വന്നു, വാതിലടിച്ചു, എന്തൊക്കെയോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നുണ്ട്. പ്രായത്തിന്റെ പക്വത കുറവായിരിക്കാം, ഒന്നും അറിയാതെ ഇവരെന്താണോ ഇത്ര പ്രായത്തിന്റെ വ്യത്യാസത്തിൽ ഇവരെന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അത് കേട്ടിട്ടാണ് ആ കുട്ടി വരെ മുന്നോട്ട് പോകുന്നുള്ളത്. സങ്കടമാണ്. എന്തെന്ന് പറഞ്ഞാൽ എനിക്കും 2 മക്കളുള്ളതാ. ആ സമയത്ത് ഇങ്ങനെ ഒരു കുട്ടി ഈ ഒരു തരത്തിൽ മാറാന്ന് പറയുന്നത് വല്ലാത്ത നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എനിവേ എന്തായാലും ഞാൻ ഇന്നിപ്പം ഇവിടെ ഇരിക്കുന്നുള്ളത് ഇവിടെ താമസിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിട്ടുള്ളത്. എന്ത് പ്രകോപനം ഉണ്ടായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് എത്രത്തോളം സപ്പോർട്ട് കിട്ടുമെന്ന് അറിയില്ല, അതിൽ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, കൂടാതെ നിങ്ങളിലും. ആ വിശ്വാസത്തിന്റെ പേരിൽ തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ചില ചോദ്യങ്ങൾ. സുനിലിന്റെ വാക്കുകൾ മാത്രം കേട്ട് എന്നെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കുകയും സുനിൽ പാവമാണ്, എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അവളാണ് എന്ന് പറയുകയും ചെയ്യുന്ന ചിലരോട് എനിക്ക് ചില ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, സുനിലിന്റെ പേരിൽ ഞാൻ ഇത്രയും വർഷം സമ്പാദിക്കുകയും സ്വത്തുക്കളും സാമ്പത്തിക സുരക്ഷയും ഉണ്ടാക്കാൻ ഇത്രയധികം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ തന്നെ എൻ്റെ ജീവിതം ഇത്രയും ബുദ്ധിമുട്ടിലാക്കേണ്ടത്? രണ്ടാമത്തെ ചോദ്യം, സുനിൽ ഇത്രയും സ്നേഹമുള്ള അച്ഛനാണെങ്കിൽ തൻ്റെ 2 പൊന്നുപോലെയുള്ള മക്കളെ, ഒരാൾ 16 വയസ്സും മറ്റൊരാൾ 9 വയസ്സും, സ്വന്തമായി കൂടെ നിർത്താനോ അവരുടെ ജീവിതത്തിനായി ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? മൂന്നാമത്തെ ചോദ്യം, എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിച്ചിരുന്ന എൻ്റെ മക്കൾ ഇന്ന് പലതും ഉപേക്ഷിച്ച് സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാതെ, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ എന്നോടൊപ്പം ജീവിക്കുകയാണ്. അങ്ങനെയെങ്കിൽ അച്ഛനൊപ്പം പോകാൻ അവർ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? അവരുടെ സ്വന്തം മനസ്സിലെ കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നാലാമത്തെ ചോദ്യം, ഇതുവരെ ഒരു പാർട്ടി പ്രവർത്തനത്തിലോ ക്ലബ് പ്രവർത്തനത്തിലോ പൊതുപ്രവർത്തനത്തിലോ സജീവമായി ഇടപെടാതെ മാറി നിന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ഇത്രയധികം ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് രാഷ്ട്രീയ പിന്തുണയും ഇടപെടലും നേടാൻ ശ്രമിച്ചതിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? പാർട്ടി പ്രവർത്തനങ്ങളിൽ ഇതുവരെ സജീവമല്ലാതിരുന്ന ഒരാൾക്ക് വേണ്ടി ഇത്രയധികം ആളുകൾ മുന്നിൽ വരുന്നതും ഇത്രയും രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകുന്നതും എന്തുകൊണ്ടാണ്? സുനിൽ യഥാർത്ഥത്തിൽ ഒരു പാർട്ടി നയത്തിൽ വിശ്വസിച്ച് പാർട്ടിക്ക് വേണ്ടി വർഷങ്ങളായി പ്രവർത്തിച്ചിരുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ ഇതുവരെ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനം എവിടെയായിരുന്നു? അതിലും പ്രധാനമായി ഈ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നതിന് മുൻപ് ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം എന്താണെന്ന് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇരുവശത്തെയും കേട്ടിട്ടുണ്ടോ? കുട്ടികളുടെ അവസ്ഥയും അവരുടെ അഭിപ്രായവും ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അടിസ്ഥാന സത്യാവസ്ഥ പോലും അന്വേഷിക്കാതെ ഒരാളുടെ മാത്രം വാക്ക് കേട്ട് ഒരു കുടുംബ പ്രശ്നത്തിൽ രാഷ്ട്രീയമായി ഇടപെടുന്നതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരുന്നു? അഞ്ചാമത്തെ ചോദ്യം, ഞാൻ ശരിക്കും ഇത്രയും മോശപ്പെട്ട ഒരാളാണെങ്കിൽ എന്തുകൊണ്ടാണ് സ്വന്തം മക്കൾ പോലും എന്നെ വിട്ടുപോകാൻ തയ്യാറാകാത്തത്? എന്നെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ഒരു വശത്തിന്റെ മാത്രം കഥ കേൾക്കാതെ എൻ്റെ മക്കളുടെ മനസ്സും അവരുടെ അനുഭവങ്ങളും കൂടി കേൾക്കണം. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. എനിക്ക് വേണ്ടത് ഒരേ ഒരു കാര്യം മാത്രം, സത്യം അറിയപ്പെടണം.
കാരണം വർഷങ്ങളായി മിണ്ടാതിരുന്ന ഒരാളുടെ നിശബ്ദതയെ ദൗർബല്യമായി കാണരുത്. ഒരു അമ്മയുടെ സഹനത്തിനും. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ശ്രീജയുടെ ഭാഗത്താണ് ന്യായം, ശ്രീജയുടെ ഭാഗത്താണ് ശരിക്കും ന്യായം എന്നുണ്ടെങ്കിൽ ശ്രീജയ്ക്ക് അർഹിച്ച നീതി തന്നെ കിട്ടേണ്ടതുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം നല്ലപോലെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഹാർഡ് എടുത്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എത്തേണ്ട കാര്യങ്ങളിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ മാക്സിമം കമൻസ് ഇടുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ രേഖപ്പെടുക, വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്രയും നിങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വീഡിയോ റീച്ച് ആവും. എത്തേണ്ട ആളുകളിൽ മേ ബി ചിലപ്പോൾ എത്തും. മേ ബി ശ്രീജയ്ക്ക് നീതി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ അതുകൊണ്ട് ഈ പറഞ്ഞതൊക്കെ ചെയ്തു. ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.